ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ന്യൂസ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ കേൾക്കാം. ഇത്തയ്ക്ക് എന്നെ ഇഷ്ടമാണോ? അതെയല്ലോ. എന്തേ? എന്നെ ഒത്തിരി ഇഷ്ടമാണോ? ആന്ന്. ഈ എന്നാന്ന് പറ. എന്നാൽ എനിക്കൊന്ന് കളിക്കാൻ തരാവോ? കൊടുത്ത ഓറഞ്ച് അല്ലികളാക്കി വായിലേക്ക് തിരുകിക്കൊണ്ട് ലെവിൻ ചോദിച്ചപ്പോൾ മെഹസിനൊന്ന് ഞെട്ടി. എന്താന്ന് ഈ എന്നാ ചോദിച്ചേ? എനിക്കൊന്ന് കളിക്കാൻ തരുമോന്ന്. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ തികച്ചും കൂളായായിരുന്നു ചോദ്യം. കളിപ്പാട്ടം ചോദിക്കുന്ന കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെയുള്ള ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. എന്ന് പറഞ്ഞാൽ എന്താന്ന് നിനക്കറിയോ? അതൊക്കെ എനിക്കറിയാം. തരുമോന്ന് പറ. ലെവിക്കുട്ട, എടാ ഇത്തയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? അതിന് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ എന്നാ തരാത്തെ? ഷെമീറിക്കയൊക്കെ പറഞ്ഞല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ തരൂന്ന്. എന്ത്? കളിക്കാൻ. അവർക്കൊക്കെ ചോദിച്ചപ്പോഴേ കിട്ടിയില്ലോ. സത്യത്തിൽ മെഹസിന് ശ്വാസം നേരെ വീണത് അപ്പോഴായിരുന്നു. ആരോ പറ്റിച്ച് വിട്ടതാണ് ചെക്കനെ. നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് ആകെ കിട്ടിയ കൂട്ടാണ് ലെവിക്കുട്ടൻ. വാവാച്ചി എന്നാണ് വിളിക്കുക. ഒരര കുറവാണെന്ന് ആദ്യം കണ്ടപ്പോഴേ തോന്നിയിരുന്നു. പതിയെ പതിയെ അത് തിരിച്ചറിയുകയായിരുന്നു. ചെക്കന് പാതി ബുദ്ധിയാണെന്ന്. കയ്യിലിരുന്ന മൊബൈൽ ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ അവൻ്റെ അരികിലേക്കിരുന്നു. ഇരുന്നപ്പോഴേ അവൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിക്കുന്നത് അവൾ കണ്ടു. ഇത്താക്ക് നല്ല മണം. അവളൊന്ന് കുലുങ്ങി ചിരിച്ചുപോയി. മുല്ലപ്പല്ലുകൾ വിടർത്തിയുള്ള ആ ചിരി കണ്ടതും അവൻ വായും പൊളിച്ചത് നോക്കുന്നത് അവൾ കണ്ടു. എന്താടാ? ചിരിക്കുമ്പോൾ ഇത്തക്ക് ഭയങ്കര ഭംഗിയാ. ഷോ, അല്ല, ഭയങ്കര മൊഞ്ചാ. മൊഞ്ചോ? അതെന്തൊന്ന് സാധനം? അതൊന്നും എനിക്കറിയില്ല. ഇന്നാൾ ആ ചേട്ടായിമാരാ പറഞ്ഞേ ഇത്തന്മാർക്ക് ഭംഗിയല്ല മൊഞ്ചാന്ന്. അവൻ വീണ്ടും ആ ഓറഞ്ചിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ അവൾ ചെറു സഹതാപത്തോടെ അവനെ നോക്കിയിരുന്നു. കണ്ടാ പ്രായം തോന്നിക്കുമെങ്കിലും ഇപ്പോഴും ഒരു കുട്ടിക്കളിയാണ്. എന്നാലോ ദേഹത്തൊന്നും ഒരു പൊടി പോലുമില്ലാതെ എപ്പോഴും കുളിച്ചു വൃത്തിയായാണ് നടപ്പ്. ഓമനത്തമുള്ള മുഖവും ഭാവവും. ആകെ കൂടി ഒരു നിഷ്കു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രശ്നവും ഇല്ലെന്നാണ് മിക്കപ്പോഴും തോന്നുക. എന്തു പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്ന ഒരു തരം പ്രകൃതം. തന്നെ തിന്നാതെ എനിക്കൂടെ താടാ. പോ, തരൂല്ല. എനിക്ക് കളിക്കാൻ തന്നില്ലല്ലോ. ഈ ചെക്കൻ. അവൾ അറിയാതെ വാ പൊത്തിപ്പോയി. എന്താണ് ചോദിക്കുന്നതെന്ന് ബോധമില്ലാതെയാണ് ചോദിക്കുന്നതെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോൾ അടിവയറ്റിൽ എന്തോ ഒരു കിരികിരിപ്പ്. അവൾ അറിയാതെ മുഖത്ത് രക്തം ഇരച്ചു കയറി. വെളുത്തു തുടുത്ത ആ മുഖം വല്ലാതെ ചുവന്നു. നീ എന്താണ് ചോദിക്കണമെന്നറിയോ കുട്ടാ അനക്ക്? അതൊക്കെ അറിയാം. ഇത്താ തരുവോ? നല്ല സുഖമല്ലേ? പിന്നെ തന്നാൽ എന്നാ? സുഖമാണെന്ന് അനക്കെങ്ങനെ അറിയാ? ചോദിച്ചു പോയി. പക്ഷെ അറിയാതെ സ്വരം ഒന്ന് വിറച്ചു. ഷെമീറയ്ക്കൊക്കെ പറഞ്ഞല്ലോ നല്ല സുഖമാന്ന്. ഇത്തന്മാരുമായി കളിക്കുവാണേൽ ഭയങ്കര സുഖമാണെന്നും പറഞ്ഞു. തരുവോ? അവളുടെ മേൽചുണ്ട് പോലും അറിയാതെ വിറച്ചുപോയി. ഉള്ളിൽ നനവ് പടരുന്നത് അവൾ അറിഞ്ഞു. ആരാ ഈ ഷെമീറയ്ക്ക? അതപ്പുറത്തെ വീട്ടിലെ സിംന താത്ത ഇല്ലേ, ഇത്താടെ മോനാ. എന്നിട്ടാ ഇക്ക എന്നാ പറഞ്ഞത്? ഇക്ക പറയാ ഭയങ്കര സുഖമാന്ന്. ഇക്ക ഒത്തിരി കളിച്ചിട്ടുണ്ട്. ആരെ? അതൊന്നും എനിക്കറിയൂല. പക്ഷെ ഭയങ്കര സുഖമാന്ന് പറഞ്ഞു. അതിന് അനക്കത് എന്നാന്നറിയോ? പിന്നെ എന്നാ ഈയൊന്ന് പറഞ്ഞേ കേക്കട്ടെ. അതെന്നാത്തിനാ? എനിക്കറിയൂലല്ലോ ഈ എന്നാ ചോദിച്ചേന്ന്. അയ്യേ, ഈ ഇത്തക്ക് അതുപോലും അറിയൂലേ? അതെ, എൻ്റെ അതില്ലേ? അതെ, അത് ഇത്താൻ്റെ. അവനത് വിശദമായി പറയാൻ തുടങ്ങി. അതിന് പറയണ പേരാ. ഇപ്രാവശ്യം മെഹസിൻ കിടുങ്ങിപ്പോയി. അവൻ വേറെ എന്തുവാണ് നനച്ച് വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ച് ചോദിച്ചതാണ്. ഇതിപ്പോൾ എൻ്റെ റബ്ബേ, എന്നോടിതാരാ പറഞ്ഞേ?
അതൊക്കെ എനിക്കറിയാം. ഷമീറയ്ക്കൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വീഡിയോയിലും കണ്ടു. വീഡിയോയോ? ആ, ഇത്തക്ക് കാണണോ? വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല. അതിനു മുമ്പേ അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് നീട്ടിയിരുന്നു. വോളിയം മ്യൂട്ടാണെങ്കിലും ഉള്ളു പിടയ്ക്കുന്ന കാഴ്ച. അതൊരു ഇംഗ്ലീഷ് വീഡിയോ ആയിരുന്നു. ഒരുത്തൻ്റെ കാളിയ മർദ്ദനം നിർദാക്ഷിണ്യെ ഏറ്റുവാങ്ങുന്നൊരു പെണ്ണ്. ക്ലോസപ്പ് ഷോട്ടിലേക്കായിരുന്നു അവളുടെ നോട്ടം ആദ്യം ചെന്നത് തന്നെ. ഒറ്റ നിമിഷം ഉള്ളൊഴുക്ക് അവൾ അറിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് വിയർത്ത് കുളിച്ചു. വല്ലാത്തൊരു പരവേശം പോലെ നെഞ്ച് കിതപ്പോടെ ഉയർന്നു താണു. ആ ഫോൺ ഓഫ് ചെയ്തേ. മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനു മുന്നേ തൻ്റെ നിയന്ത്രണം മുഴുവൻ പോകുമെന്ന് തോന്നിയതിലാളവൾ പറഞ്ഞു. കണ്ടോ, ഇത്ത കണ്ടോ? ഇതുപോലെ ചെയ്താൽ മതി. ഭയങ്കര സുഖവാ. ബാ. അവൻ ചാടി കൈ കയറി പിടിച്ചപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. കൊഴുത്ത കൈത്തണ്ട അവൻ്റെ കയ്യിൽ അമരുമ്പോൾ വീണ്ടും എന്തോ ഒക്കെ പോലെ. വേണ്ട വേണ്ട, എന്നെ വിട്. അവൻ്റെ കൈ ബലമായി പിടിച്ചു വാങ്ങുമ്പോഴും അവനൊന്ന് കയറി പിടിക്കണമെന്നായിരുന്നു. പക്ഷേ അവനെന്തെങ്കിലും അറിയാമോ എന്നുള്ള സംശയം. പിന്നെ അനക്ക് ഈ വീഡിയോ ആര് തന്ന്? അത് പറഞ്ഞാൽ തരുവോ? പറഞ്ഞാൽ കളിക്കാൻ തരുവോ? അതൊന്നും കഴിയൂല. എന്നാൽ ഞാനും പറയൂല. മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരിക്കുന്ന അവനോട് എന്തു പറയും? ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സുഖം. ആരും അറിയാതെ അവനെ കൊണ്ടൊന്ന് ചെയ്യിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. പറയണുണ്ടോ ചെക്കായി? ഇല്ല, പറയൂല. ഇത്ത തരൂലല്ലോ. ഷോ, ആദ്യം പറഞ്ഞാൽ തരുമോ? അവൾ അറിയാതെ മൂളിപ്പോയി. ഭാവിയിൽ നടക്കാനുള്ളത് അപ്പോഴല്ലേ. ഇപ്പോൾ അവൻ്റെ നാവിൽ നിന്ന് അങ്ങനെ കേൾക്കാനായിരുന്നു കൊതി. അത് ഷമീറിക്ക് തന്നതാ. ഇനി എനിക്ക് താ. അയ്യടാ, ആദ്യം മുഴുവനും പറ. എന്ത്? ഇക്ക പറഞ്ഞത് എന്നാന്ന് പറ. എന്നോടെന്തിനാ ഇക്ക ഇതൊക്കെ പറയണേ? അനക്കെന്തിനാ ഇക്ക വീഡിയോ തരണേ? അതാ ഇക്ക കൂട്ടുകാരോട് കളിക്കാൻ പോയ കാര്യമൊക്കെ പറയും. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാന്ന്. അപ്പോഴാ ഇക്ക പറഞ്ഞേ. എനിക്കൂടി കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നേ ആ വീഡിയോ. എന്നിട്ട് ഇന്നലെ ഇക്ക വീണ്ടും കളിക്കാൻ പോയ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും പോകണമെന്ന്. അപ്പം ഇക്ക പറഞ്ഞു അങ്ങനെയൊന്നും പോകാൻ പറ്റൂല, ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാലേ പോകാവൂന്ന്. എന്തെന്ന് ചോദിക്കാനാ ഒരു പറഞ്ഞേ? കളിക്കാൻ തരാവോ എന്ന് ചോദിക്കാൻ. കേട്ടെങ്കിലും വീണ്ടും ഒന്നുകൂടി അവനങ്ങനെ ചോദിക്കുന്നത് കേൾക്കാനൊരു കൊതി. വല്ലാതെ തരിക്കുന്ന പോലെ. കളിക്കാൻ തരാമോ എന്ന് ചോദിക്കാനാ പറഞ്ഞേ. തരാവോ? ആരോട്? ആരോട് ചോദിക്കാനാ ഒരു പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. എന്നോട് ഇഷ്ടമുള്ളവരോട് ചോദിക്കാനാ പറഞ്ഞേ. പിന്നെ എന്നാ എന്നോട് ചോദിച്ചേ? അതെന്നെ ഏറ്റവും ഇഷ്ടം ഇത്തക്കല്ലേ. അതാ. ഇനി എനിക്ക് തരുവോ? തന്നാ ഈയത് ആരോടേലും പറയൂ? ചിലമ്പിച്ച ശബ്ദത്തിലാണത് ചോദിച്ചത്. ഒന്ന് ചെയ്യിക്കാതെ പറ്റില്ലായിരുന്നു. വീഡിയോ കണ്ടതിൻ്റെ മൂപ്പിലാണെങ്കിലും അവനത് ചെയ്യുമെന്നൊരു തോന്നൽ. ഇങ്ങനെയുള്ളവർക്ക് കരുത്ത് കൂടുമെന്നാരോ പറഞ്ഞു കേട്ടൊരോർമ്മ. ഇല്ല, ആരോടും പറയൂല. തരുവോ? നന്നായി ചെയ്യുവോ? തരുവോ? തരാം. ചേട്ടായി ബാ, ഇത്ത തരാന്ന്. നടുക്കത്തോടെ അവൾ ചാടി എണീക്കും മുന്നേ ഞാൻ ബാത്റൂമിൽ നിന്ന് ഓടി ആ മുറിയിലെത്തിയിരുന്നു. എന്നെ കണ്ടതും അവൾ ഒന്നുകൂടി ഞെട്ടിയത് ഞാൻ കണ്ടു. ആ ചുവന്ന് തുടുത്ത മുഖം ഒരു സെക്കൻഡ് കൊണ്ട് വിളറി വെളുക്കുന്നത് ഞാൻ കണ്ടു. എന്നാ പറഞ്ഞേ? ഇത്ത തരാന്ന്. ഇനി എനിക്കെൻ്റെ കിറ്റ്കാറ്റ് താ. ഇന്നാ. ഞാൻ കിറ്റ്കാറ്റിൻ്റെ ഒരു ബോക്സ് അവനെടുത്ത് നീട്ടി. അത് കണ്ടതും വല്ലാത്തൊരാർത്തിയോടെ അവനത് വാങ്ങിക്കൊണ്ട് വീണ്ടും ബെഡിലേക്കിരുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയ പോലെ അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയതും ഞാൻ ചാടി അവളെ പിടിച്ചതും ഒന്നിച്ചായിരുന്നു. പോകാതടി ഇത്തേ, നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ. ദേ നൈബി, എന്നെ വിട്ടോട്ടോ, അല്ലേ ഞാൻ ഇപ്പോൾ വിളിച്ചു കൂവും. അയ്യടി, നീ വിളിച്ചു കൂവിക്കോ.
പക്ഷെ നിന്നെ ഒന്ന് ശരിക്ക് കാണാതെ ഞാൻ ഇന്ന് വിടില്ല. നൈബി വേണ്ട, ഈ എന്നെ വിട്. ഹാ, അടങ്ങെൻ്റെ താത്തപ്പെണ്ണെ, എൻ്റെ ഭംഗിയൊന്ന് അടുത്ത് കണ്ടോട്ടെ ഞാൻ. ഓ സോറി, ഭംഗിയല്ല, മൊഞ്ച് അല്ലേടാ വാവാശി. ആ, എൻ്റെ ഉദ്ദേശമോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയാതെ ആ കിറ്റ്കാറ്റ് പൊട്ടിച്ച് തിന്നുകൊണ്ട് അവൻ അതിനെ പിന്താങ്ങി. അപ്പോഴും എൻ്റെ പിടിയിൽ അകപ്പെട്ടിരുന്ന അവൾ പെട്ടെന്നൊന്ന് കുതറി. ഒരു നിമിഷം എൻ്റെ പിടിവിട്ടു പോയെങ്കിലും അടുത്ത നിമിഷം അവൾ വീണ്ടും എൻ്റെ കൈക്കുള്ളിലായി. ആ കൊഴുത്ത ശരീരത്തെ വല്ലാതൊന്ന് ഞെരിച്ചിട്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ഈ ഡയലോഗ് മൊത്തം ഇവനെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവൻ ഇടയ്ക്കെങ്ങാനും എൻ്റെ പേര് പറയുമോ എന്ന്. പക്ഷേ മിടുക്കനായവൻ പറഞ്ഞ പോലെ ചെയ്തു തന്നോളും. ഞാനത് അവളുടെ മുഖത്ത് നോക്കിയായിരുന്നു പറഞ്ഞത്. അപ്പോഴും ആ ഞെട്ടലിൽ നിന്നവൾ മോചിതയായിട്ടില്ലെന്ന് എനിക്ക് തോന്നി. എന്നെ ഏറെ കൊതിപ്പിച്ച ആ ചെന്താമര ചുണ്ടുകളും നീണ്ട കരിനീല കണ്ണുകളുമെല്ലാം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ചുണ്ടിലേക്ക് മുഖമടിപ്പിച്ചപ്പോൾ അവൾ ആ മുഖം വെട്ടിത്തിരിച്ചു. എനിക്ക് ചിരി വന്നു. എടാ വാവാച്ചി, നിന്നോട് ഈ ഇത്ത പറഞ്ഞില്ലായിരുന്നോടാ? എന്നാ ചേട്ടായി? അല്ല, നിന്നോട് ഈ ഇത്ത കളിച്ചോളാൻ പറഞ്ഞില്ലായിരുന്നോന്ന്? ഇല്ല, പണ്ണാൻ തരാമെന്ന് പറഞ്ഞു. അവനൊരു കൂസലുമില്ല. ആ പാക്കറ്റ് മൊത്തം ഒറ്റയടിക്ക് തീർക്കാനുള്ള പ്ലാനിലാണവൻ. ഞാൻ അവളുടെ മുഖത്തോട്ട് നോക്കി. പേടിച്ചരണ്ട് നിപ്പാണ്. ഞാൻ ഇങ്ങനെ ഒരു കുരുത്തക്കേട് കാണിക്കുമെന്ന് ചിന്തിച്ചു കാണില്ല. കണ്ടോ, അവനോട് നീ സമ്മതിച്ചതാ. അവളൊന്നും പറഞ്ഞില്ല. പക്ഷേ കണ്ണൊക്കെ നിറഞ്ഞോന്നൊരു സംശയം. ആ കണ്ണുകൾ നിറഞ്ഞപ്പോൾ എന്തോ ഒരു വിങ്ങൽ. എനിക്ക് ഇവളോട് പ്രേമമാണോ? ബാ. ഞാൻ അവളെ ഒരു കൈയിലേക്ക് ഒതുക്കി കട്ടിലിന് നേരെ തിരിച്ചു. അവളാകട്ടെ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുകയാണ്. ഹ, ബാ മെഹസി, ഞാനൊന്നും ചെയ്യില്ല എന്നേ. അവൾക്ക് എന്നിട്ടും സംശയം മാറിയില്ല. അവസാനം പൊക്കിയെടുത്ത് കട്ടിലിൽ കൊണ്ടിടേണ്ടി വന്നു. അവളൊന്ന് നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടം കൈകൊണ്ട് ഞാൻ ആ വാ പൊത്തിയിരുന്നു. കൊഴുത്തുരുണ്ട ആ ശരീരത്തിലേക്ക് ചാടി വീഴാനാണ് തോന്നിയതെങ്കിലും ഒരു ബലപ്രയോഗത്തിന് താല്പര്യമില്ലാത്തതിനാൽ ഞാനത് കഷ്ടപ്പെട്ട് ഒതുക്കി. അവളുടെ വണ്ണിച്ച തുടകള ലെഗിൻസിനുള്ളിൽ അമർന്നു ഞെരിയുന്നത് അവൾ ആ കട്ടിലിൽ നിന്ന് ഉരുണ്ടു മാറുമ്പോൾ ഞാൻ കണ്ടു. ടോപ്പിനുള്ളിലെ ആ കൊഴുത്ത ശരീരത്തിൻ്റെ തള്ളിച്ചയും ആ ഉരുളലിൽ വ്യക്തമായിരുന്നു. എൻ്റെ ആ പ്രവൃത്തി കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ചേട്ടായി, ഇനി എന്നെയും. അവൻ എൻ്റെ നേരെ കൈ നീട്ടി. അവനെ ഒന്ന് കയ്യിൽ കോരിയെടുത്ത് കട്ടിലേക്ക് വീണ്ടും ഇരുത്തി. എന്നിട്ട് ഞാൻ വീണ്ടും അവളെ നോക്കി. വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ആ മുഖത്തെ വശ്യതയ്ക്കൊട്ടും കുറവില്ല. എൻ്റെ ഇത്ത, എത്ര ദിവസമായി എന്നറിയോ ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. എന്നെ നോക്കിയൊന്ന് ചിരിച്ചെങ്കിലും കാണിച്ചിരുന്നേ എനിക്ക് ഈ വേണ്ടാദിനത്തിന് വല്ലതും പോകേണ്ടി വരുമായിരുന്നോ? ഹോ, ഇതിപ്പോൾ എന്നാ ചെലവാ. ഒരു ബോക്സ് കിറ്റ്കാറ്റാ പോയത്. എന്നിട്ട് നീ എന്നാ ഇങ്ങനെ? എങ്ങനെ ഈ കാണിക്കുന്നതോ? നൈബി, ഈ മാറിക്കേ, എനിക്ക് പോണം. പോക്കൊക്കെ എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് മതി. പിന്നെ കുറച്ച് ചെയ്യാനും. അത് ഞാൻ ചുമ്മാ പറഞ്ഞയാ. ഈ പോയേ. അതെന്നെ ഏർപ്പാടാ. അവന് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അത് ഞാൻ വെറുതെ പറഞ്ഞയാ. ആയിക്കോട്ടെ, പക്ഷേങ്കിൽ നിന്നെ ഞാനിന്ന് വിടൂല്ല. നൈബി, വേണ്ട. പറഞ്ഞു തീരും മുന്നേ അവളെ ഞാൻ ആ കട്ടിലേക്ക് തള്ളിയിട്ടിരുന്നു. ആ ചോരച്ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ആദ്യം വല്ലാതെ എതിർത്ത് കുതിറിയെങ്കിലും പിന്നെ അതങ്ങടങ്ങി. എന്നേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ അവൾ ആ ചുംബനത്തിൽ പങ്കുചേർന്ന് വന്നതായിരുന്നു. അയ്യോ ചേട്ടായി, എൻ്റെ ഇത്തായെ കൊല്ലാൻ പോണേ. അവനൊരൊറ്റ നിലവിളിയായിരുന്നു. ആരേലും കേൾക്കും മുമ്പേ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. കൊല്ലാൻ നോക്കിയതല്ലടാ കോപ്പേ. ഞാൻ എണീറ്റ പാടെ അവനെ നോക്കി അലറി. അവനാകട്ടെ ആദ്യമായി അങ്ങനെയൊന്ന് കണ്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. അവളുടെ കാലുകൊണ്ടും കൈകൊണ്ടുമുള്ള പിടച്ചിൽ കണ്ട് ഞെട്ടിയതാവും. പക്ഷെ അപ്പോഴേക്കും പിന്നിലൊരു ചിരി പൊട്ടിയത് ഞാൻ കേട്ടു.
ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും മുഖം വെട്ടിച്ചെങ്കിലും വെട്ടിച്ചു മാറ്റിയിരുന്നു. പക്ഷെ അതിനു മുന്നേ ഞാൻ കണ്ടു ആ മുഖത്തൊരു ചെറുചിരി. പിന്നെ അത് ഞാൻ നിൻ്റെ ഇത്ത ആ കിറ്റ്കാറ്റ് കട്ടെടുത്ത് തിന്നോന്ന് നോക്കിയതാ. അയ്യേ, ഇങ്ങനെയാണോ നോക്കുന്നേ? അല്ലേലും ഇത്ത കട്ടിട്ടൊന്നുമില്ല. ദേ 5 എണ്ണോ എൻ്റെ കയ്യിലാ. ആ ഇല്ല, ഇത്ത കട്ടിട്ടില്ല. ഞാനൊരു ചെറു ചിരിയോടെ അവളെ നോക്കി. എന്നേക്കാൾ വലിയ കള്ളച്ചിരിയാണ് ആ മുഖത്ത്. ജീവിതത്തിൽ ആദ്യമായി ആ മുഖം എനിക്ക് വേണ്ടി ചിരിക്കുന്നത് അന്നായിരുന്നു ഞാൻ കണ്ടത്. ഇർഷാദിക്ക കെട്ടിക്കൊണ്ട് വന്നേ പിന്നെ എന്നെ ഒരു പോള കണ്ണടയ്ക്കാൻ സമ്മതിക്കാത്ത ആ മുഖം എനിക്ക് വേണ്ടി അന്ന് ആദ്യമായി ചിരിച്ചപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. അവളെ നോക്കി ഞാനൊന്ന് ചുണ്ട് നനച്ചപ്പോൾ അവൾ നാണത്തോടെ മുഖം കുനിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഉള്ളം വിറച്ചു. എന്തൊരു ചുണ്ടാണ്, എന്തൊരു മൊഞ്ചാണ് പെണ്ണിന്. വാവാച്ചി, നീ ഒരു കിറ്റ്കാറ്റ് ഇങ്ങോട്ട് തന്നേ, ഞാനും നിൻ്റെ ഇത്തായും കൂടി തിന്നട്ടെ. അവളെ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു. എൻ്റെ ഉദ്ദേശം മനസ്സിലായ പോലെ വീണ്ടും ആ ചുണ്ടിലൊരു ചിരി. ഒരെണ്ണം മൊത്തം വേണോ? അവൻ്റെ ചോദ്യത്തിലൊരു സങ്കടം. വേണ്ടടാ, നീ ഒരെണ്ണം ഒടിച്ചിങ്ങി തന്നാൽ മതി, ഞങ്ങൾ 2 ആളും കൂടെ തിന്നോളാം. അവൻ ആ ഒടിച്ചു തന്ന കിറ്റ്കാറ്റുമായി അവളോടടുത്തെത്തിയതേ ഉള്ളൂ. അതും തട്ടിപ്പറിച്ച് അവൾ എണീറ്റൊരോട്ടം. ഇത്തവണ ഞെട്ടിയത് ഞാനായിരുന്നു. അതും കടിച്ചു പിടിച്ച ഭിത്തിക്കരികിലേക്ക് പോയിട്ട് എന്നെ ഒരു നോട്ടം. ആ ചോര ചുണ്ടുകളിൽ ആ ചോക്ലേറ്റ് പീസ് ഇരുന്നെന്നെ മാടി വിളിക്കുന്ന പോലെ. ഞാനും ചാടി എണീറ്റു. മുണ്ടിലേക്ക് അവളുടെ നോട്ടം ഒന്ന് പാളിയത് ഞാൻ കണ്ടു. അതൊന്നും വകവയ്ക്കാതെ അവളുടെ അടുത്തെത്തിയതും അവളത് മൊത്തത്തോടെ വായിലാക്കി. അയ്യേ, ചേട്ടായിക്ക് കിട്ടിയില്ലേ? ആഹാ, കാണിച്ചു തരാടാ ഞാൻ. പറഞ്ഞു തീർന്നതും ആ ചോര ചുണ്ടുകൾ വായിലാക്കിയതും ഒന്നിച്ചായിരുന്നു. ഒന്ന് പിടയുക പോലും ചെയ്യാതെ അവളും സഹകരിച്ചപ്പോൾ എന്നെക്കാളും കുരുട്ടുബുദ്ധി അവൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ അവളത് മരത്തിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന മേളം എനിക്കിവിടെ പറയാൻ പറ്റില്ല. അത് നമ്മുടെ മെയ് ജൂൺ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അവിടെ വന്ന് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.